നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ ബയോ എന്ന് പറഞ്ഞ ഈ ഹെഡ്സെറ്റ്. ഇതിപ്പോൾ ഞാനൊരു ഓഡിയോ എടുത്തിട്ടുണ്ട്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. അടിച്ചു പോയോ? കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ എണ്ണീറ്റതേ ഉള്ളൂ. വേറൊന്നുമല്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഈ ജനലിൽ ഇവിടുന്ന് ഒരു കയ്യും ഒരു പെട്ടിയും കണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം മുമ്പ് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവറി ബോയ് കൊണ്ടു തന്നു. എന്താണേലും നമുക്ക് അടിപൊളി ഡെലിവറി ആയി കിട്ടിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വിൻഡോയിൽ കൂടെ നമുക്ക് ഡെലിവറി കിട്ടിയത്. എന്താണേലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒന്നും കൂടെ സ്വാഗതം. നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ഒരു കോഫി കുടിക്കുന്നതാണ്. കറക്റ്റ് സമയത്ത് എനിക്ക് കോഫി കിട്ടിയില്ലേ എനിക്ക് അപ്പം തുമ്മൽ വരും. അതുമല്ല, നമ്മുടെ ഇന്നത്തെ ഡെലിവറി വന്നപ്പോൾ ഞാൻ ഈ പെട്ടി വന്നെടുത്ത് മണത്ത് നോക്കി. ഈ പെട്ടിയിൽ നിന്ന് ഭയങ്കര പൊടിയായിരുന്നു, നമ്മുടെ മൂക്കിലൊക്കെ കയറി. അപ്പോൾ നമ്മുടെ തുമ്മലൊക്കെ മാറ്റി. അപ്പം നമുക്ക് വീഡിയോ അൺബോക്സ് ചെയ്യാം. ബോക്സ് അൺബോക്സ് ചെയ്യാം. സോറി, ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തെറ്റി. അപ്പം നമുക്കിത് പൊട്ടിക്കാം. ഇത് ബോയോ എന്ന് പറഞ്ഞ ഹെഡ്സെറ്റാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ്. ഇത് അത്യാവശ്യം നല്ല മൈക്കാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നോയിസ് ക്യാൻസലേഷനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല മൈക്കാണ്. അപ്പം എനിക്കൊരു മൈക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് മൈക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ മൈക്ക് വരാൻ കാത്ത് ഞാൻ ഒരു 3-4 ദിവസത്തോളം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം കിട്ടി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ സൗണ്ടാണെങ്കിലും ഒന്ന് പക്ക ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ഇങ്ങനെ മൈക്കിലൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറല്ലേ. എല്ലാവരും യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഒന്നുമില്ലെങ്കിലും 2 പാട്ടൊക്കെ പാടി ഇരുന്ന് തന്നെ കേൾക്കാമല്ലോ. ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ഞാനിപ്പം കുറേ നോക്കിയായിരുന്നു, യൂട്യൂബിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കുറേ നോക്കിയായിരുന്നു. കുറേ പേരോട് ചോദിച്ചു ഏതാ കുറഞ്ഞ മൈക്ക് ഏതുണ്ട്, ഒരു ലോ ബഡ്ജറ്റിലായിട്ടുള്ള അത്യാവശ്യം നല്ല മൈക്ക് ഏതുണ്ടെന്നൊക്കെ ചോദിച്ചു. ആൾക്കാർ കുറേ പറഞ്ഞു. എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡായി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ നോക്കിയപ്പം കുറേ വ്ളോഗേഴ്സ് ആദ്യം, അതായത് അവരുടെ ബിഗിനിങ് ടൈമിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബോയയുടെ ഈ ഹെഡ്സെറ്റായിരുന്നു. അപ്പം ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കി, കണ്ടതെല്ലാം കുഴപ്പമില്ല, നല്ല റിവ്യൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഗൈസ്, അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് നോക്കി. പാക്കിംഗ് ഒക്കെ പക്കയായിരുന്നു. മറ്റേ ബബിളിൻ്റെ കവറില്ലേ, അതിനകത്തായിരുന്നു പാക്ക് ചെയ്ത് അവർ ഇട്ടത്. പിന്നെ നമ്മുടെ സാധനമൊക്കെ നല്ല പക്ക സെറ്റായിട്ട് കിട്ടി. പിന്നെ അതിനകത്ത് വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ പൗച്ചിനകത്താണ് കേട്ടോ നമ്മുടെ മൈക്ക് ഇരിക്കുന്നത്. എന്താണേലും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് ഒരു മൈക്ക് എന്താണേലും ഒരു അത്യാവശ്യമാണ്. പിന്നെ എന്നെപ്പോലെ ഉള്ളവർക്കാണെങ്കിൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ ഈ ക്യാമറയും ഓണാക്കി നേരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഓരോ പൊട്ടത്തെറ്റുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മുടെ മൈക്ക് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതാ കേട്ടോ മൈക്ക്. വയറൊക്കെ അത്യാവശ്യം ലെങ്തിയാണ് കേട്ടോ, നല്ല ലെങ്തിയാണ്. പിന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഓക്കെ, നല്ല ക്വാളിറ്റിയാണ്. അത് നമുക്ക് ഓരോ വയർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ പൗച്ചാണ് ഇത്. പിന്നെ 2-3 പാക്കറ്റ് ഉണ്ട്, ഞാൻ തുറന്ന് കാണിക്കാം.
ആ പാക്കറ്റിനകത്ത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് അതിൻ്റെ സ്പോഞ്ചാണ് കേട്ടോ, മൈക്കിൽ നമ്മൾ വെക്കത്തില്ലേ അതിൻ്റെ സ്പോഞ്ച്. പിന്നെ ഒരു കുട്ടി ബാറ്ററി ഉണ്ട്. ഇത് ബാറ്ററിയിലാണ് കേട്ടോ വർക്കാവുന്നത്, ചെറിയ ബാറ്ററി. ഇത് എങ്ങനെ ഇടുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ബാറ്ററി ഇടുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ബാറ്ററി ഒക്കെ നമുക്ക് പക്കായിട്ട് ഇടാം. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ അഥവാ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ സ്പോഞ്ചെല്ലാം നമ്മൾ കയറ്റിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ഇങ്ങനെ ക്ലിപ്പ്, നല്ല ക്ലിപ്പാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്. അങ്ങനെ ക്ലിപ്പൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇടണം. പിന്നെ ഇത് വർക്കാവുന്നുണ്ടോ നോക്കണ്ടേ, ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. ഇതാണ് ബോയ എന്ന് പറഞ്ഞ മൈക്ക്. ഈ മൈക്ക് ഏത് മോഡലാണെന്നും പിന്നെ ഏതൊക്കെ സൈറ്റിൽ കിട്ടുമെന്നൊക്കെ ഉള്ള ഫുള്ള് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ മൈക്കിന് ബാറ്ററി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഈ ബട്ടൺ പോലെ ഇരിക്കുന്ന ബാറ്ററി ഇല്ലേ, അതാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അത് മാർക്കറ്റിലെല്ലാം എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ബാറ്ററിയാണത്. പിന്നെ ഈ കുറ്റിയില്ലേ, ഈ കുറ്റി ഒരു മെറ്റലാണ് കേട്ടോ, നല്ല ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നമുക്ക് ഇതിനകത്താണ് കേട്ടോ ബാറ്ററി ഇടേണ്ടത്. അതിനകത്ത് മൈനസും പ്ലസും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ബാറ്ററി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൈക്കിന് ബാറ്ററിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇതിൻ്റെ വയറ് ഇച്ചിരി നല്ല നീണ്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല നീളമുണ്ട്, അത്യാവശ്യം നീളമുണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും അയക്കാൻ പോകുന്നില്ല, കാരണം അയച്ചു കഴിഞ്ഞാൽ ഇത് കുരുങ്ങാൻ സാധ്യതയുണ്ട്. ഗൈസ്, അപ്പം സംഗതി കൊള്ളാം കേട്ടോ. ഒരു കുട്ടി മൈക്കും എല്ലാം ആയിട്ട് കൊള്ളാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഈ സാധനമൊക്കെ ആണല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമ്മളിനിയും ഈ മൈക്ക് വെച്ചായിരിക്കും നമ്മുടെ വീഡിയോ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളിനി നോക്കാൻ പോകുന്നത് ദേ നമ്മുടെ ബയോ എന്ന് പറഞ്ഞ ഈ ഹെഡ്സെറ്റ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ആ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ബോയയുടെ മൈക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. തുമ്മൽ കാരണം ഒരു രക്ഷയില്ല ഗൈസ്. ഹെഡ്സെറ്റിൻ്റെ ഒക്കെ ഇതേ പിൻ പോലെയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പിന്നാണ് കേട്ടോ. ഹലോ ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോ എന്ന് പറഞ്ഞ മൈക്ക് എങ്ങനെയുണ്ട്, സൂപ്പറാണോ അടിപൊളിയാണോ എന്നാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം.
testing, mic testing. Hello, 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 hello. ഗൈസ് നല്ല ബാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സൗണ്ട് എല്ലാം നല്ല പക്ക ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ കുറേ സൗണ്ട്, പുറത്തുള്ള കുറേ സൗണ്ടൊക്കെ നല്ലതായിട്ട് കേൾക്കാം. നമ്മൾ അടുത്ത ഓഡിയോ നമ്മൾ പ്ലേ ചെയ്യാം. ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോ എന്ന് പറഞ്ഞ മൈക്ക് എങ്ങനെയുണ്ട്, സൂപ്പറാണോ അടിപൊളിയാണോ എന്നാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഗൈസ്, മൈക്കിൻ്റെ നമ്മുടെ ആ വോയിസ് ഉണ്ടല്ലോ പക്ക ക്ലിയറാണ്. നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലല്ല, ഒരു സ്ഫുടതയും ആ വേർഡ്സിനൊക്കെ ഒരു കറക്റ്റ് ഒരു എന്താ വ്യക്തതയുണ്ട്. നല്ല ക്ലിയറാണ്. എന്തായാലും സാധനം കൊള്ളാം. എന്തായാലും ഞാൻ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന മൈക്കാണിത്. എനിക്ക് എന്താണേലും ഇഷ്ടപ്പെട്ടു. ഇത് റേറ്റ് 880 രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പം ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞ് 830 രൂപയ്ക്ക് നമുക്ക് കിട്ടി. എന്നാണേലും 830 രൂപയ്ക്ക് ഇത് വെർത്താണ്, ഒരു കുഴപ്പമില്ല. പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ ക്ലിപ്പും ഇത് ബാറ്ററി ഇടുന്ന സ്ഥലവും, പിന്നെ ഇത് ക്യാമറയിൽ എടുക്കാനാണെങ്കിൽ ക്യാമറയിലാക്കുക, സ്മാർട്ട് ഫോണിൽ എടുക്കാനാണെങ്കിൽ താഴോട്ടാക്കുക. ഇത് ബാറ്ററി ഇട്ടാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പൗച്ചും കാര്യങ്ങളും എന്നായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പക്ഷേ ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇടാം. ചാനൽ തുടങ്ങി വീഡിയോ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ വെറുതെ ഒത്തിരി കാശിനൊന്നും പോയി വലിയ മൈക്കൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനൊരു മൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് യൂസ് ആക്കാം. പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സന്തോഷം വന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ട്രൈപോഡ് ഇല്ലാത്ത ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഇതിൻ്റെ കൂടെ ഒരു സാധനം കിട്ടി, മൗണ്ട്, ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന. അപ്പോൾ ഇതെന്തിനാണ് അവർ തന്നേക്കുന്നത് എനിക്കറിയത്തില്ല. ഫോണൊക്കെ വെക്കാൻ വേണ്ടിയായിരിക്കും. എന്താണല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇതുള്ളതുകൊണ്ട് നമുക്കിനി ഈ സ്റ്റാൻഡ് നേരത്തെ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് നമ്മൾ നേരത്തെ ഇപ്പോഴല്ലേ, ഇത് പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അനിയത്തി റീൽസൊക്കെ എടുക്കാൻ വേണ്ടി അന്ന് വാങ്ങിച്ചത് കണ്ടു. അപ്പം ഇത് കിട്ടിയതിൽ നമ്മൾ വളരെ സന്തോഷമാണ് കേട്ടോ. താങ്ക് യു. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.